പുള്ളിയുടെ 3 പ്രായത്തിൻ്റെ ഇതാണ്. അത് 101 വയസ്സായി കഴിയുമ്പോൾ ആ ഡയലോഗ് ഞാൻ കോമഡി ഉത്സവത്തിൽ പറഞ്ഞു ഭയങ്കര വൈറലായി. അതൊന്നും പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും നാടക ഡയലോഗ് പറഞ്ഞ ഒരാൾ വൈറലായിട്ടില്ല. ആ ആളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ല, വലിയ വലിയ ആളുകൾ പറഞ്ഞ അറിവുള്ളവർ പറഞ്ഞ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആ ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ 101 വയസ്സുള്ള ആള് അവർ മക്കളൊക്കെ വലിയ നിലയിലാക്കി ആയി കഴിയുമ്പോൾ അദ്ദേഹം കിടക്കുന്ന കട്ടിലയിൽ മൂത്രം ഒഴിക്കും. എഴുന്നേറ്റ് പോകാൻ പറ്റാതെ അറിയാതെ മൂത്രം ഒഴിച്ചപ്പോൾ മകൻ വന്ന് ചോദിക്കും, എന്ത് പണിയാ ചെയ്യും കാണിച്ചേ? ഇല്ല ഞാനൊന്ന് പിന്നെ മൂത്രം ഒഴിച്ചേ. ഇല്ലടാ ഞാൻ ഒഴിച്ചില്ല. പറയും ബെഡ്ഷീറ്റ് ഞങ്ങളുടെ ചുരുട്ടി അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ അമർന്നു. ഇത് കണ്ടോ മടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അമർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മകളുടെ ഭർത്താവ് അളിയൻ വന്ന് ചോദിച്ചു, എന്നാൽ അച്ഛനെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛനെ കൊല്ലാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം മകന് പ്രയാസമായിട്ട് മകൻ വന്ന് അച്ഛനോട് ക്ഷമ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി എനിക്ക് മഹാനായ എഴുത്തുകാരൻ ഫ്രാൻസിസ് സി മാവേലിക്കരയാണ് സമ്മാനിച്ചത്. അത് രാജീവ് മമ്മള്ളിയാണ് ചിട്ടപ്പെടുത്തി തന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ സുബൈർ ഖാൻ സരികയാണ് എനിക്ക് അങ്ങനെ നിൽക്കാൻ എനിക്ക് ആ വേഷം എന്നിലേക്ക് എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവരെ ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഡയലോഗ് ശരിക്കും ഞാൻ പറയുന്നുവെങ്കിലും ഇത് മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുടെ കാൽക്കിലേക്ക് വെക്കുകയാണ്. വല്ലപ്പോഴും ഒന്ന് തുറന്ന് നോക്കുക, അത്ര കേട്ടോ. സാരമില്ലടാ പോയി, സാരമില്ല. 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എൻ്റെ മക്കളെ പിച്ചാത്തിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ദൈവാനം വരുന്നില്ലേ. 101 കൊല്ലത്തൂടി ചന്തിയല്ലേടാ, പിടിക്കുന്നിടത്തേക്ക് നിൽക്കുകയല്ലടാ പോയി. ഒരു കട്ട കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. കുടിയാനെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചെങ്കിൽ ചാകാതെ നോക്കുന്നവരെയൊക്കെ വശം കെട്ട് പോകുമെന്ന് അറിയാം. എന്നാലും അവനവന്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണെങ്കിലും സ്വന്തമല്ലേടാ, എന്തോ ചെയ്യാനാന്ന് പറ. നമ്മളാ പേരോട്ടൊന്ന് എടുക്കട്ടെ മക്കളെ. അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടുവരുന്ന ആക്ക് മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടിൽ കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടക്കിയ മണ്ണല്ലേ, ഇവിടെ പെട്ടെന്നല്ലേ ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസിന്റെ മക്കൾക്ക് കൊടുക്കണ്ടേ തമ്പുരാനെ എന്താ? എന്തിനാ?